അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ച 25% താരിഫ് ഇന്ന് നിലവിൽ വരികയാണ്. അതിന് പുറമെയാണ് ഇന്നലെ 25% താരിഫ് കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭാരതത്തിന് മേൽ ചുമത്തുമെന്ന്. എന്തായാലും നമുക്ക് ഈ സാഹചര്യം വിശകലനം ചെയ്യാനായി നമ്മളോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ആദികേശവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്തേ സർ, ഗുഡ് മോർണിംഗ്. പുത്തൻപള്ളിയിലേക്ക് സ്വാഗതം. യെസ്, ഈ സാഹചര്യത്തെ പൊതുവിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ഈ ടാരിഫിന്റെ വ്യതിയാനങ്ങളും മിക്കവാറും എല്ലാ ദിവസവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ ഓർഡർ ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എമർജൻസി പവേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സ്വമേധയാ, ഇത് വ്യക്തിപരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആയിട്ട് വരുന്നത്. അതിനുള്ള അധികാരം അമേരിക്കൻ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിന് ആ അധികാരമുണ്ട് താൻ. പക്ഷെ മൊത്തത്തിൽ നമ്മളൊരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനിതിനെ നോക്കി കാണുമ്പോൾ നമുക്ക് ഇതിന്റെ പുറകിൽ എന്താണ് ഒരു പ്ലാൻ, അതായത് വളരെ സുചിന്തിതമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഈ ഓർഡർ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഓർഡർ ഈ ബ്യൂറോക്രാറ്റിക് സാധാരണ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ ഇറക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഓർഡർ തന്നെയാണ് ഈ സൈറ്റിലും എക്സിക്യൂട്ടീവ് ഓർഡർ എന്നുള്ള നിലയ്ക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പം ഉദാഹരണത്തിന് ഇന്നലത്തെ ഹിന്ദു പത്രത്തില് അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തതിന്റെ ഒരു ഭാഗം ഉദ്ധരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താരിഫ് അല്ലെങ്കിൽ തീരുവ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്ന ദ ടാരിഫ് പെയ്ഡ് ബൈ ഇന്ത്യ ടു ദ US എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ താരിഫ് ആരാണ്? അഥവാ ഇപ്പം 25-50%, ഇനിയിപ്പം നാളെ ചിലപ്പോൾ 100% ആക്കിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഈ തീരുവ ആരാണ് വഹിക്കാൻ പോകുന്നത്? ആരുടെ പുറത്താണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ആഘാതം ചെന്ന് പതിക്കുക? നിസ്സംശയം എല്ലാവർക്കും അറിയാം. ഇത് അമേരിക്കൻ അഥവാ ഈ ഗുഡ്സ്, ഈ ചരക്കുകൾ ഇത്രയും തീരുവ നടപ്പിലാക്കി അമേരിക്കയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപഭോഗം ചെയ്യുന്ന ആൾക്കാരുടെ പുറത്തല്ലേ ഇതിന്റെ ആഘാതം വരിക? അല്ലെങ്കിൽ ഇതിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാള് ഈ കംപ്ലീറ്റ് തീരുവയും അങ്ങ് അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ അതങ്ങ് പൂർണ്ണമായിട്ടും വഹിക്കണം. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി, അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ വ്യക്തി, പിന്നെ അമേരിക്കൻ ഉപഭോഗം അല്ലെങ്കിൽ കൺസ്യൂമർ, ഇവർ 3 പേരിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഈ തീരുവ വഹിക്കേണ്ടി വരും. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വളരെ വലിയ ചർച്ചകളാണ് നമ്മുടെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ നടക്കുന്നത്. തീർച്ചയായും വേണ്ടതാണ്. കാരണം അന്താരാഷ്ട്ര തലത്തില് ഇന്ത്യയെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഓരോ രാജ്യത്തിനും ഓരോ തരത്തിലുള്ള തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകരും നമ്മുടെ ആൾക്കാരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്ത് അയക്കുന്ന ഗുഡ്സിന്റെ തോത് ഒരു വർഷം, കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ $85 ബില്യൺ ആയിരുന്നു. 1 ബില്യൺ എന്ന് പറയുന്നത് 8700 കോടി. ഒരു US ഡോളർ 87 രൂപയുടെ മൂല്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് $1 ബില്യൺ എന്ന് പറയുമ്പോൾ 8700 കോടി. 85 ബില്യൺ നമ്മൾ കയറ്റുമതി ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. അതില് ഇപ്പൊ തീരുവ നടപ്പിലാക്കിയിട്ടുള്ളത് $45 ബില്യൺ ഗുഡ്സിന് മാത്രമാണ്. ഉദാഹരണമായി നമ്മൾ മരുന്നും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ മോളിക്യൂൾസ് എന്ന് പറയുള്ളൂ, തന്മാത്രകൾ, അത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതില് ഈ തീരുവ നടപ്പാക്കിയിട്ടില്ല. മൊബൈൽ ഫോൺസിൽ നടപ്പാക്കിയിട്ടില്ല. ഇലക്ട്രോണിക് ഗുഡ്സിൽ നടപ്പാക്കിയിട്ടില്ല. ഏകദേശം $45 ബില്യൺ. ഇനി നമ്മുടെ സമ്പദ്ഘടനയുടെ മൊത്തം ഔട്ട്പുട്ട്, അതായത് ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ മൊത്തം തോത് ഒരു വർഷത്തിൽ ഇപ്പോൾ $4 ട്രില്യൺ കടന്നിരിക്കുന്നു. അതായത് $4000 ബില്യൺ. അപ്പൊ $4000 ബില്യൺ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ഇന്ന്. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ
ഇനി കൂടാനേ സാധ്യതയുള്ളൂ എന്നാണ് അനുമാനം. കാരണം നമ്മുടെ വളർച്ച 6-6.5 അല്ലെങ്കിൽ 7%, 6-7% എത്രയോ ആയിക്കൊള്ളട്ടെ. $4000 ബില്യൺ സമ്പദ് വ്യവസ്ഥയുടെ 45 ബില്യൺ നമുക്ക് എളുപ്പത്തിന് വേണ്ടി 40 ബില്യൺ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 40 ബില്യൺ എന്നൊക്കെ കണക്കാക്കിയാൽ മൊത്തം ദേശീയ ഉൽപാദനത്തിന്റെ 1% മാത്രമേ ഈവൻ വേഴ്സ്റ്റ് കേസ് സിനറിയോ നമുക്കിപ്പോ എല്ലാം ഈ കയറ്റുമതി 45 ബില്യണും ഈ വർഷം നടക്കാതെ പോയാലും നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ 1% മാത്രമേ കുറയുന്നുള്ളൂ. അത് വലിയ ഒരു ആഘാതം നമ്മുടെ സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കുകയില്ല, സംശയം വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്ക് എപ്പോഴും ഒരു അതിജീവന ശക്തി, റെസിലിയൻസ് എന്ന് പറയുമല്ലോ. മൊത്തത്തിൽ നമുക്ക് ഇതേപോലത്തെ എത്രയോ ഇഷ്യൂസ് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം നമ്മൾ അതിനെ നേരിടുവാനായിട്ടുള്ള തക്കതായ നടപടികൾ എടുത്ത് അതിനെ നേരിട്ടിട്ടുണ്ട്. ജനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഇതിനെ നേരിടാൻ പര്യാപ്തമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ ഒരു നിലനിൽപ്പ് തന്നെ. ഉദാഹരണത്തിന് 1998 പോഖ്രാൻ വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത്, അന്ന് അതായത് ലോകത്തിലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും, ജപ്പാൻ, അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും നമ്മുടെ പുറത്ത് സാങ്ഷൻസ്, ഉപരോധം ഏർപ്പെടുത്തി. പക്ഷെ എന്ത് രീതിയിലാണ് അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ബാധിച്ചത്? അന്നാണ് ഇന്ത്യ ഒരു റീസർജന്റ് ഇന്ത്യ ബോൺസ് എന്ന് പറഞ്ഞത്. കാരണം വിദേശ നാണ്യം അകത്ത് വരുവാനുള്ള സാധ്യതകളെ ബാധിക്കുന്ന രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയതിനെ നേരിടുവാനായി NRIസിൽ നിന്നും വിഭവം സമാഹരിക്കാനായിട്ട് റീസർജന്റ് ഇന്ത്യ ബോൺസ് എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവരികയും അതിനെ നമ്മൾ തരണം ചെയ്തു. അന്നത്തെക്കാളും 1998 ഇന്ത്യയെക്കാളും എത്രയോ വളർന്ന് വിപുലമായി എത്രയോ ശക്തി ആർജിച്ച് നിൽക്കുന്നു 2025 ഭാരതം. അതുകൊണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് ആൾക്കാർക്ക് ഒരു സമാധാനം, ആശ്വാസം പകരാൻ വേണ്ടിയിട്ടുള്ള ആശ്വാസ വാക്കല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പദ്ഘടനയുടെ പരമാവധി വന്നാൽ 40 ബില്യൺ അല്ലെങ്കിൽ 1% വരുന്ന ചരക്ക് കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയാണ് ഈ 50% തീരുവ. രണ്ടാമത്തെ കാര്യം, ഈ തീരുവ ശരിക്കും ഒറ്റ അടിക്ക് നമ്മൾ നോക്കുമ്പോൾ, ഒരു വിധത്തിൽ നോക്കുമ്പോൾ 50% തീരുവ. പക്ഷെ ശരിക്കും മെറ്റീരിയൽ ആയിട്ടുള്ളത്, അതായത് ശരിക്കും നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയും നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് ഏർപ്പെടുത്തിയ തീരുവയും തമ്മിലുള്ള അന്തരം മാത്രമേ നമ്മളെ ബാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ ബ്രസീലും ഇന്ത്യയും ഒരേ സാധനം അമേരിക്കയ്ക്ക് കയറ്റി അയക്കുന്നു എന്ന് വിചാരിക്കുക. ബ്രസീലിൽ നിന്നും കയറ്റുമതിക്ക് ഇപ്പോൾ 50% ഏർപ്പെടുത്തി, നമുക്ക് 50%. അപ്പൊ ഈ കോമ്പറ്റീഷനിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ബാധിക്കുകയില്ല, നമ്മളെ ബാധിക്കുകയേ ചെയ്യുന്നില്ല. ഇനി 20% ഇപ്പൊ ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ ഏകദേശം 19-20 സൂക്ഷ്മമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ശരിക്കും ആവശ്യമില്ല. ചൈനയാണെങ്കിൽ 30, അതിനി ഓഗസ്റ്റ് 27 മറ്റോ റിവൈസ് ചെയ്യുന്നു പറഞ്ഞിട്ട് എത്രയോ ആയിക്കൊള്ളട്ടെ. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് 25% ആയിരുന്നപ്പോൾ ശരിക്കും നമുക്ക് കാര്യമായി നമ്മളെ ബാധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ബാധിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ശരിക്കുള്ള ടാരിഫ് 5% മാത്രമേ ആയിരുന്നുള്ളൂ. 50% ആക്കിയപ്പോഴും ഈ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് ആ ഡിഫറൻസ് മാത്രമേ നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ളൂ. അവിടെയാണ് വീണ്ടും ഇന്ത്യയുടെ കെൽപ്പ്, എന്തൊക്കെ ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കും, അതിനുള്ള സാമ്പത്തിക ശക്തി, ഫിസ്ക്കൽ ഗവൺമെന്റിന് വേറെ ചെയ്യാവുന്ന, ഇപ്പൊ ഗവൺമെന്റ് കയ്യിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്ത് ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആഘാതം ഏൽക്കുന്ന ഇൻഡസ്ട്രീസിനെ, യൂണിറ്റ്സിനെ, സംരംഭകരെ, കയറ്റുമതിക്കാരെ ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനം ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. അത് എടുക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ എത്ര കോടി രൂപയാണ് നമുക്ക് വേണ്ടി വരിക? അതിന്റെ കണക്ക് പ്രസക്തമാണ്. ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ ഈ 40%-ന്റെ 25% നമ്മൾ 50% എന്നുള്ളതാണ് തീരുവ. ഇനി 25% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സർക്കാർ ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള കയറ്റുമതിക്കാർക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അത് പറയാൻ കാരണം എന്താണ്? തീർച്ചയായിട്ടും കയറ്റുമതി മേഖലയിലെ കുറെ അധികം യൂണിറ്റുകളെ പ്രതികൂലമായി ബാധിക്കും. ഇതിനെ ലഘൂകരിക്കുകയല്ല. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നുള്ള ഈ മത്സ്യമേഖലയിലും ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, മറൈൻ ഫുഡ്സ്, മറ്റുള്ള മറൈൻ ഫുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന ആൾക്കാർ,
ടെക്സ്റ്റൈൽസ് ഇവരെല്ലാം ബാധിക്കും. മറ്റുള്ള ഇപ്പൊ തിരുപ്പൂർ പോലത്തെ സെന്റേഴ്സിലുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സുമായിട്ടും ഒക്കെ ഞാൻ സംസാരിച്ചു, അവരെയൊക്കെ ബാധിക്കും. പക്ഷെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു 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 സംവിധാനം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഈ തീരുവയുടെ ഒരു 50% അമേരിക്കയിൽ നിന്നും ഇത് ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾ വഹിക്കാം എന്ന് ഓൾറെഡി ഏറ്റിട്ടുണ്ട്. കാരണം ഇവർ സംസാരിച്ചു തുടങ്ങിയല്ലോ. അപ്പൊ അമേരിക്കയിൽ ഇപ്പം റീറ്റെയിൽ നമ്മുടെ ലുലു സൂപ്പർ മോൾ പോലെ വാൾമാർട്ട്, കോസ്കോ, അപ്പൊ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഭാഗം ഞങ്ങൾ ബയർ, മേടിക്കുന്ന ആള് വഹിക്കാം, വിൽക്കുന്ന ആൾ ഒരു പോർഷൻ വഹിക്കണം. അതുകൊണ്ട് ഇത് സമമായിട്ട് ഇത് പങ്കെടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി തരണം ചെയ്യാം. കാരണം അവർക്കും പല ബയേഴ്സിനും ഇറക്കുമതി ചെയ്യുന്ന പല കമ്പനികൾക്കും എത്രയോ വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ആൻഡ് കച്ചവടത്തില് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, കയറ്റുമതി ചെയ്യുന്ന, ഉൽപാദനം ചെയ്യുന്ന, വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലുള്ള ബന്ധവും കൂടി ഇതില് കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. 20 വർഷമായിട്ട് മേടിക്കുന്ന ഒരാള് ക്വാളിറ്റി, ഈ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആളിനെ അറിയാം, അവരുടെ ക്വാളിറ്റി അറിയാം. അപ്പൊ അയാൾ പെട്ടെന്ന് ഈ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് വേറെ ഒരു രാജ്യത്തിലേക്ക് പോവില്ല. കാരണം അതിൽ കുറെ കടമ്പകൾ അതിലും കടക്കുവാൻ വേണ്ടി അവർക്ക് ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് ഇത് സമമായിട്ട് വീതിച്ചു പോകുമെന്നുള്ള ഒരു അനുമാനത്തിന്റെ ബേസിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 45 ബില്യന്റെ 25% കാതലായ ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നം. ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ തന്നെ ഞാൻ പറയാം, അത് ഏകദേശം 3,20,000 കോടി അല്ല 80,000 കോടിയോളം രൂപ. അതായത് തീരുവ 25% ഓഫ് ഈ 45 ബില്യൺ. 45 ബില്യൺ എന്നുള്ളത് ഏകദേശം 3,20,000 കോടി. അതിന്റെ 25% 80,000 കോടി. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ തോത് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ബഡ്ജറ്റിന്റെ ആകെ തോത് 50 ലക്ഷം കോടി രൂപയാണ്. അതായത് ഇന്ത്യ ഗവൺമെന്റ് ഒരു വർഷം ചെലവാക്കുന്ന മൊത്തം തുക 50 ലക്ഷം കോടി രൂപയാണ്. അതില് അഥവാ ഒരു 80,000 കോടിയുടെ ചെലവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുമ്പോൾ 80,000 കോടി രൂപയുടെ ചെലവ് കൂടി വേണ്ടി വന്നാൽ നടത്താനുള്ള കെൽപ്പ് ഇന്ത്യൻ ഗവൺമെന്റിനുണ്ട്. ഇതാണ് വളരെ രസകരമായ ഒരു വസ്തുതയാണ് താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. കാരണം ഈ താരിഫ് ചുമത്താൻ തിരഞ്ഞെടുത്ത മേഖലകളിൽ പോലും ഇരട്ടത്താപ്പ് വ്യക്തമെന്നത്. ഈ നമ്മൾ ദേശീയ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകും, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഭാരതം ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. വീണ്ടും വീണ്ടും അത് അസേർട്ട് ചെയ്ത് പറയുന്നുമുണ്ട്. നമ്മുടെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നമ്മുടെ ഉറച്ച അല്ലെങ്കിൽ അതിശക്തമായ ആഭ്യന്തര വിപണി തന്നെയല്ലേ അതിന് നമ്മുടെ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതും അത്തരം ഉറച്ച ഒരു തീരുമാനമെടുക്കാനും? തീർച്ചയായിട്ടും മനു. അതുകൊണ്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് നമ്മൾ ഇതിന്റെ ന്യായ അന്യായങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് അന്താരാഷ്ട്ര തലത്തില് ആ നീതി, ന്യായം, മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു രാജ്യവും അത്ര കണ്ട് കാര്യമായിട്ട് എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നേയില്ല. അപ്പൊ അതുകൊണ്ട് ഇരട്ടത്താപ്പ്, അന്യായം, അനീതി എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യാം, അത് ശരിയുമാണ്. പക്ഷേ അതായത് ഇതിനെക്കുറിച്ച് ആവലാതിപ്പെടാതെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ഞാൻ പ്രതിസന്ധി എന്ന് പോലും പറയില്ല, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, അങ്ങനെ പറയാം, പ്രശ്നം എന്താണ്? പ്രശ്നം ഈ $45 ബില്യൺ. ഇനി അതിനെ നേരിടേണ്ടി വന്നാൽ പരമാവധി ചെലവാക്കേണ്ട തുക, അതായത് 45 ബില്യൺ എക്സ്പോർട്ടും ഈ വർഷവും, ഈ നടപ്പ് സാമ്പത്തിക വർഷവും നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പരമാവധി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചെലവാക്കേണ്ടിയ തുക, അത് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, കാരണം ഒരു പോർഷൻ മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ. അഥവാ വേണ്ടി വന്നാൽ 80,000 കോടി രൂപ മാത്രമേ ഉള്ളൂ. ആ 80,000 കോടി രൂപ ഇനി വിഭവ സമാഹരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പൊ GST കളക്ഷനൊക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാ വർഷവും ഏകദേശം 7% to 10% ഇൻക്രീസ് അല്ലെങ്കിൽ വർധനവ് നമുക്ക് GST കളക്ഷനിൽ കിട്ടുന്നുണ്ട്. ഇൻകം ടാക്സിൽ, പേഴ്സണൽ ഇൻകം ടാക്സിലും അതേപോലത്തെ വർധന നമ്മൾ കണ്ടുവരുന്നു. അതുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഇതിനെ നേരിടാനുള്ള ശക്തിയുണ്ട്, നേരിടാനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഈ ഞാൻ പറഞ്ഞതുപോലെ അഥവാ ഇനിയിപ്പം ഈ തീരുവ കൂടുന്നു, വീണ്ടും അദ്ദേഹം ഉയർത്തുന്നു എന്തെങ്കിലും കാരണം കൊണ്ട്, കാരണം അദ്ദേഹത്തിന്റെ നടപടികൾക്ക് ഒരു ലോജിക് അല്ലെങ്കിൽ റാഷണൽ നമുക്ക് സാധിക്കുന്നില്ല, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്നാലും നേരിടാനുള്ള ഒരു സുസ്ഥിരമായ, സ്റ്റേബിൾ ആയിട്ടുള്ള, ഗ്രോത്ത് ഉള്ള, വളർച്ചയുള്ള
വലുപ്പത്തിലും നാലാമത്തെ. ഇനി വളരെ 2-3 വർഷത്തിനകം തന്നെ അമേരിക്ക, ചൈന, ഇന്ത്യ എന്നുള്ള ക്രമത്തില് ലോക രാജ്യങ്ങളുടെ ഇടയ്ക്ക് മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായിട്ട് ഇന്ത്യ വളരും. അത് വെറും, അതായത് നമ്മൾ ഈ പറയുന്ന മൂന്നാമത്തെ സമ്പദ്ഘടന വലിയ മാറ്റങ്ങൾ ഉണ്ടായി. നമുക്കറിയാം, കോടികൾ, എത്രയോ ലക്ഷം ആൾക്കാർ, എത്രയോ ആൾക്കാർ ഇന്നും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മുടെ രാജ്യത്ത് മിനിമം വേണ്ടുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് താഴെയാണ് ജീവിക്കുന്നത്. നമ്മൾ വികസ്വര രാജ്യമാണ്. അതുകൊണ്ടാണ് വികസിത ഭാരതം എന്നുള്ളത് ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വികസിത രാജ്യമല്ല, പക്ഷെ ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നതില് വലിയ ഒരു ആഘാതം ഈ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നടപടി ഉണ്ടാക്കില്ല എന്നാണ് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അനുമാനിക്കുന്നത്. ബേജാറാവേണ്ട ഒരു കാര്യവുമില്ല. ഇന്ത്യൻ സമ്പദ്ഘടന സുശക്തമായിട്ട് നിൽക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളും അതെ, ഇന്ത്യയിലെ ഗവൺമെന്റുകൾ ഇതിനെ നേരിടാനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കും. ഇതിന്റെ ആഘാതം പേറാൻ സാധ്യതയുള്ള കയറ്റുമതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു റിലീഫ് കൊടുക്കാൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരും. ഇന്നലെയും ഞാൻ തിരുപ്പൂർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ ശക്തിവേൽ എന്നാണത്. എത്രയോ വർഷങ്ങളായിട്ട് ഈ ടെക്സ്റ്റൈൽ മേഖലയിലുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഇതിനകം തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്? പലിശ ഇനത്തിൽ ഇളവ് വേണോ? ഇനി എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഈക്വലൈസേഷൻ സ്കീം, പിന്നെ റോഡ് ടെപ്പ്, റെമിഷൻ ഓൺ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, കയറ്റുമതി ചെയ്യുന്ന ആൾക്കാർ ആഭ്യന്തരമായി കൊടുക്കുന്ന ഡ്യൂട്ടീസും ടാക്സസ് എല്ലാം റെമിഷൻ ഉണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പൊ ആ മാതിരി കാര്യങ്ങളിൽ ഒക്കെ നടപടികൾ വളരെ വേഗം കൈക്കൊള്ളും എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവര് അതിൽ ആശ്വാസം കണ്ടെത്തുന്നു. അതുകൊണ്ട് ഇതൊരു താൽക്കാലികമായി നമുക്ക് ഡീൽ ചെയ്യേണ്ട, നമ്മൾ നേരിടേണ്ട ഒരു പ്രശ്നമാണെങ്കിലും അതിനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും എനിക്കില്ല. തീർച്ചയായും ഇന്നലെ ഈ പുതിയ പണനയം പ്രഖ്യാപിക്കവേ RBI ഗവർണർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. തീർച്ചയായും ഈ ട്രംപിൻ്റെ പുതിയ അല്ലെങ്കിൽ പ്രഖ്യാപനമൊക്കെ രാജ്യത്ത് എങ്ങനെയായിരിക്കും ആഘാതങ്ങൾ ഏൽപ്പിക്കാൻ പോവുക, ചെറിയ രീതിയിലുള്ള ആഘാതങ്ങളെങ്കിലും ഏൽപ്പിക്കാൻ പോവുക എന്ന് ഇനി നോക്കിയിരുന്ന് കാണണം. വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളൊന്നും, താങ്കൾ പറഞ്ഞ പോലെ ആഘാതങ്ങളൊന്നും സൃഷ്ടിക്കില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തലെങ്കിലും നമ്മുടെ പണപ്പെരുപ്പം ഇപ്പോൾ കുറഞ്ഞ നിലയിലാണ്. ഇനി മറ്റൊന്ന് കൂടി ചോദിക്കട്ടെ സാർ, കാരണം ഈ അടുത്തിടെ UK-യുമായി ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഭാരതം ഒപ്പിടുകയുണ്ടായി. പ്രബല ഏഷ്യൻ രാജ്യങ്ങളുമായും ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായും നമുക്കത് നിലവിലുണ്ട്. ഇനി യൂറോപ്യൻ യൂണിയനുമായൊക്കെ നമ്മളതിന് ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതെല്ലാം എത്രത്തോളം ഭാരതത്തിന് കരുത്തേകുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ? വളരെ നല്ല ഒബ്സർവേഷൻ നിങ്ങൾ ചോദിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം അതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോ ഈ നടപടികളെല്ലാം നടക്കുന്നതിന്റെ ഇടയിലും നമ്മുടെ രാജ്യം ഇപ്പം മനു പറഞ്ഞതുപോലെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, അതായത് ഈ WTO അന്താരാഷ്ട്ര തലത്തില് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ലോകക്രമം അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടി നടത്താനുള്ള ഒരു സംഘടനയായിരുന്നു WTO. അത് ഏകദേശം ഇപ്പൊ നിർവീര്യമായിരിക്കുകയാണ്, അന്താരാഷ്ട്ര വ്യാപാര സംഘടന അല്ലെങ്കിൽ WTO. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രീ ട്രേഡ് ബയലാറ്ററൽ ആയിട്ട് ഇപ്പൊ ഇന്ത്യയും UK-യും, ഇന്ത്യ ഓസ്ട്രേലിയ നമ്മൾ അത് നേരത്തെ ഒപ്പിട്ടു. ഇന്ത്യയും UK-യുമായിട്ട് നമ്മൾ ഉടമ്പടി ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇന്ത്യ EU-യുമായിട്ട് ഇപ്പൊ സമീപത്ത് തന്നെ അടുത്ത കാലത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മളൊരു സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള, അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 140 കോടി ആൾക്കാർക്കും ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് സ്വാതന്ത്ര്യം. അപ്പത്തിന് വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യം ബലി കഴിക്കില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം, നമ്മുടെ സോവറിനിറ്റി ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ട്രേഡ് അഗ്രിമെന്റ് മറ്റുള്ളവരുമായിട്ട് ഒപ്പിടുന്നു. അവിടെ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലെ കർഷകര്, ധാരാളം പ്രശ്നങ്ങളുള്ള സമൂഹത്തിന്റെ ഒരു പക്ഷേ അടിത്തട്ടിൽ തന്നെ എന്ന് പറയാൻ നിൽക്കുന്ന, പക്ഷെ അതേസമയം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന കർഷകരുടെ കാര്യം നമുക്ക് എങ്ങനെ ബലി കഴിക്കാൻ സാധിക്കും? അതുകൊണ്ടല്ലേ 2019 നമ്മൾ ഓർക്കേണ്ടത് റീജിയണൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ്, ചൈനയും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ അടങ്ങുന്ന ഒരു 15 രാജ്യങ്ങളുടെ, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസും 15 രാജ്യങ്ങൾ അടക്കുന്ന RCEP-യുടെ
ഒപ്പിടൽ, ആ ഒരു ചർച്ചകൾക്ക് പോയിട്ട് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ ഒപ്പിട്ടില്ല. കാരണം അന്ത്യോദയ, ദീൻദയാൽജിയൊക്കെ പറഞ്ഞ എന്താണ്, നമ്മുടെ ഒരു സാമ്പത്തിക വീക്ഷണത്തില്, ഭാരതീയമായ സാമ്പത്തിക വീക്ഷണത്തില് അന്ത്യോദയ, ഏറ്റവും അവസാനം നിൽക്കുന്ന, ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ കാര്യം നമ്മൾ എപ്പോഴും വലിയ തീരുമാനങ്ങൾ, ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിടുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഇവരുടെ പ്രശ്നം എന്താവും, ഇവരെ പ്രതികൂലമായി ബാധിക്കുമോ, ഇവർക്ക് താങ്ങാനാവുമോ. അപ്പൊ കാർഷിക മേഖലയോ നമ്മുടെ ക്ഷീരോത്പാദന മേഖലയോ ഒക്കെ ബലികഴിച്ചിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബയലാട്രൽ, അനു പറഞ്ഞതുപോലെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ തീരുവക്രമങ്ങളെ നേരിടാനുള്ള നടപടി ധനകാര്യ മാർഗങ്ങളിലൂടെ, ഫിസ്ക്കൽ പോളിസിയിലൂടെ ഒക്കെ, അതുപോലെ മോണിറ്ററി പോളിസിയിലൂടെ കൂടെയും ഒക്കെ നമുക്ക് നേരിടാൻ സാധിക്കും. മാത്രവുമല്ല, നമ്മൾ വളരെ വേഗം ഈ ബയലാട്രൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മുടെ താല്പര്യങ്ങൾ എന്താണ് സാക്രിഫൈസ് ചെയ്യാതെ, നമ്മുടെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ കർഷകരെയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഉടമ്പടി വേണ്ട. അവരുടെ എല്ലാം താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് കൂടി ഗുണമുണ്ടാകുന്ന രീതിയിലാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ കാരണം കൊണ്ട് എപ്പോഴും നമ്മൾ പറയുമല്ലോ, ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന്. എല്ലാ പ്രതിസന്ധിയും ഒരു അവസരം കൂടിയിട്ടാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ ഇനി ഞാൻ കാണുന്നത് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ വേഗത കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ കുറച്ചുകൂടി കെൽപ്പുള്ളതാക്കാനും വളർച്ച നേടാനും ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടാനും ഉതകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. നേരത്തെ അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് താങ്കൾ ഹനിച്ചിരുന്നു, അങ്ങനെ പറയാൻ സമ്മതിച്ചില്ല. പക്ഷേ എങ്കിലും ഒന്ന് കൂടി ചോദിച്ചുകൊള്ളട്ടെ. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഈ തീരുമാനം അവർക്ക് തിരിച്ചടിയാവില്ലേ, പ്രത്യേകിച്ച് അമേരിക്കൻ ഉപയോക്താക്കളെ? കാരണം ഉപയോക്തർ വില കൂടുമെന്ന് മാത്രമല്ല, അവിടെ പണപ്പെരുപ്പത്തിന് ഇത് ഇടയാക്കുമെന്നതിൽ സംശയമില്ല. ഇനി ഇന്ത്യൻ ഇറക്കുമതിയൊക്കെ ആശ്രയിക്കുന്ന മേഖലകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ളവ. അതെ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഇതൊരു ചോദ്യ ഉത്തരവല്ല, അനുവും കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് അവർക്കൊരു സെൽഫ് ഗോൾ ആണ്. കാരണം ഇപ്പം ഞാൻ അമേരിക്കയിൽ താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഓൾറെഡി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വില വർദ്ധിച്ചു വരുന്നു. ഉദാഹരണത്തിന് ഇന്നലെ ഒരാൾ പറയുകയുണ്ടായി, എന്താണ്, മുട്ട, പിന്നെ പാൽ, ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് മേടിക്കുന്നതാണല്ലോ. പിന്നെ ചോക്ലേറ്റ് പോലത്തെ സാധനങ്ങൾക്കെല്ലാം നേരിയ തോതിലെങ്കിലും വില വർധന അവര് അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അവരെയും ഇത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്, ഈ അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്നത് ഒരു വിൻ ലൂസ് പ്രൊപ്പോസിഷൻ അല്ല. അതായത് ഒരാൾക്ക് നേട്ടവും മറ്റൊരാൾക്ക് കോട്ടവും ഉണ്ടാകുന്ന രീതിയല്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ സാധാരണ ഘടന. അതങ്ങനെയും ആവരുത്. ഇത് വിൻ വിൻ, രണ്ടുപേർക്കും നേട്ടം ഉണ്ടാവുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരം അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഞാൻ പറയുന്നു, ഇപ്പൊ നമ്മുടെ എന്താണ്, ഇവിടെ നിന്നുള്ള മത്സ്യമേഖലയിൽ നിന്നുള്ള കയറ്റുമതി ആലോചിച്ച് നോക്കൂ. ഇവിടത്തെ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നു, ഇവിടത്തെ അത് നടത്തുന്ന ആൾക്കാർക്ക് കുറച്ച് സമ്പത്തുണ്ടാക്കാൻ വെൽത്ത് ക്രിയേഷൻ നടക്കുന്നു. അമേരിക്കയിലാണെങ്കിൽ അവിടെ ഇതിന്റെ സാധ്യതയില്ല, അവർക്ക് ഇത്രയും കുറഞ്ഞ നിരക്കില് ഇതുണ്ടാക്കാൻ സാധിക്കുകയുമില്ല. അപ്പൊ അവിടുത്തെ കൺസ്യൂമറിന് ബെനിഫിറ്റും ഉണ്ടാവുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരം, രണ്ടുപേർക്കും വിൻ വിൻ. ഇതിപ്പം അമേരിക്കയുടെ നടപടി ഇത് ലൂസ് ലൂസ് എന്നുള്ള രീതിയിലേക്ക്, അതായത് രണ്ടുപേർക്കും നഷ്ടം ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ, അതായത് നീതി ന്യായം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, ഞാനത് പറയാൻ കാരണം വളരെ കൂൾഡായിട്ട്, വളരെ കാര്യമാത്ര പ്രസക്തമായി നമ്മൾ ഇതിനെ കണ്ടാൽ അദ്ദേഹം എടുക്കുന്നതിന്റെ ധാർമ്മികത അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ ധാർമ്മികതയോ അതൊക്കെ നമുക്ക് എന്താണ് പ്രശ്നം, ആ പ്രശ്നത്തിനെ ഡീൽ ചെയ്യാൻ, ആ പ്രശ്നത്തിനെ നേരിടാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ഇത്രയും മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഇതിന് കാരണം വാക്കുകൊണ്ട് അതിനെ അനലൈസ് ചെയ്ത് അതൊക്കെ ചർച്ചകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ശരി, വേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ പോളിസി മേക്കിംഗ് നടപടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ഇതിനെ നേരിടാം എന്നുള്ള ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനെ വീക്ഷിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഇതിന്റെ ഇരട്ടത്താപ്പ് അദ്ദേഹം എങ്ങനെ ചെയ്യുന്നു, അതിനെന്തെങ്കിലും റാഷണൽ ഉണ്ടോ, അതിന് ഒരു അതിന് യുക്തിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ
ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിൽ അപ്രസക്തമാവുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു നടപടി സ്വീകരിക്കപ്പെട്ടു. അപ്പൊ ആ നടപടിയെ എങ്ങനെ നേരിടണം എന്നുള്ളത് മാത്രമല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നുള്ള അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കൂ, സമയമുണ്ടെങ്കിൽ. ഇല്ല, ഇനിയും ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങൾ തീർന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. താങ്കൾ ഇനിയും തുടർന്നുള്ള ചർച്ചകളിലും പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ആദികേശവൻ സാർ, രാവിലെ വന്നതിനും ഞങ്ങളോടൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിനും. താങ്ക് യു അനു.